കുറച്ച് തരുമോടി? എടി ഞാൻ ഒന്നും മൈൻഡ് ആക്കൂല. നീ പോടി, ഞാൻ ഇപ്പം തരും. നീ നോക്കിയിരുന്നാൽ മതി. ശരിയാക്കി തരാടി. എനിക്ക് മുട്ടായി തന്നില്ലല്ലോ. ഞാൻ കാണിച്ചു തരും. 2 എണ്ണം ഉണ്ടാവില്ല. ഇനി ഇത് വാങ്ങിക്കാനൊരു ഐഡിയ വേണം. എന്തായിരിക്കും? ഐഡിയ എൻ്റെ കയ്യിലൊരു മിഠായിയുടെ ഇത് കവർ അന്ന് വാങ്ങിച്ചു തരുന്നുള്ളൂ. ഇന്ന് അതെടുത്തില്ല. അവളുടെ കയ്യിൽ ഇപ്പം തീർന്നിട്ട് അത് ഞാൻ നോക്കട്ടെ. എന്നിട്ട് അവളുടെ പക്ഷെ മിഠായി തീർന്നല്ലോ. അവളുടെ കയ്യിൽ ഇനിയും ഉണ്ടാവും. അവളുടെ ബാഗിൽ നിന്നാണ് ഞാൻ എടുത്തേച്ചത്. അവൾക്കറിയില്ലല്ലോ. ഞാൻ എൻ്റെ ബാഗിൽ നിന്ന് എടുത്തു. പക്ഷെ എൻ്റെ കുറേ ഉണ്ടായിരുന്നാണല്ലോ. അതെവിടെയെങ്കിലും പോട്ടെ. അതായിരിക്കും അവൾ അതെടുത്ത് നിന്നേക്കണം. ഞാൻ നമുക്ക് തിന്നട്ടെ. പക്ഷെ ഞാൻ ബാഗിൽ നോക്കിയിട്ട് കാണുന്നില്ല. കുറേ മിഠായി ഉണ്ടായിരുന്നാണല്ലോ. പോയാ കുറച്ചു നേരം കഴിഞ്ഞിട്ട് ഇനി നോക്കാം. ഇനി അവളെ പോയി നോക്കിയല്ലേ. അവളുടെ ബാഗിൽ നിന്ന് മിഠായി എടുത്ത് കഴിഞ്ഞിട്ടുണ്ടാവും. മിഠായി പോയി ചോദിച്ചിട്ട് വരാം. എടി എന്താ? അത് ഞാൻ സോറി കേട്ടോ. എനിക്ക് ഒരു മിഠായി തരുമോ? ഓ ഇപ്പം തരാടി. വാ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചതാ. ഞാൻ നിനക്കൊരു പണി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ അത് സാധിച്ചു. അടുക്കളയൊരു മുട്ടേന്നാണ് ഞാൻ നിനക്ക് തന്നില്ലെന്ന് വിചാരിച്ചു. എന്താടി ഇങ്ങനെയൊക്കെ പറയണം? ഞാൻ ഇപ്പം തരും. എൻ്റെ വെറുതെ കിട്ടരുത് കേട്ടോ. ഞാൻ അമ്മേനെ വിളിച്ച് പറയും, നീ എൻ്റെ ബാഗിൽ നിന്ന് എല്ലാം എടുത്തു. കുറേ മിഠായി എൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായിരുന്നു. അത് നീ എടുത്തേച്ചതല്ലേ. ഇനി ഞാൻ നിനക്ക് തരൂ കേട്ടാ. നീ അത് അങ്ങനെ വേണമായിരുന്നു. നീ ഒന്നും ചിന്തിച്ച് നോക്കിയേ അന്ന് അത് പറഞ്ഞത് കേട്ടോ. പക്ഷേ നല്ല ടേസ്റ്റുള്ള മിഠായിരുന്നു. ഡയറി മിൽക്ക്. അവളുടെ ബാഗിൽ ഇങ്ങനെ ഡയറി മിൽക്ക് വന്നത് പിന്നെ അവളുടെ കയ്യിലില്ല. അവളെവിടെയെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാകും. ഞാൻ എന്തായാലും അവളുടെ ബാഗൊന്നും കൂടെ എനിക്ക് ചെക്ക് ചെയ്യാനുണ്ട്. മുട്ട കഴിച്ചു കഴിഞ്ഞു. ഇനി ആരെങ്കിലും എൻ്റെ ബാഗിൽ നിന്ന് മുട്ട എടുത്ത് തരുന്നത് ഞാൻ ഇങ്ങനെ കൊടുക്കുമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനത്തെ കുട്ടികളുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. എന്നാ ബായ്. എനിക്ക് മിഠായി കിട്ടിയില്ല കേട്ടോ. ഇപ്പം കിട്ടും. നീ നോക്കിയിരുന്നാൽ മാത്രം മതി.